മലയാളികളുടെ പ്രിയ താരം ശ്വേത മേനോൻ എപ്പോഴും ഊർജ്ജസ്വലയായി പുഞ്ചിരിയോടെ മാത്രം പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്ന താരം തന്റെ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ നിലപാടുകൾ കൊണ്ടും ഉറച്ച ആത്മവിശ്വാസം കൊണ്ടും എന്നും ആരാധകരെ കയ്യിലെടുക്കുന്ന ശ്വേത. എന്നാൽ ആ ചിരിക്ക് പിന്നിൽ മറഞ്ഞിരുന്ന വലിയൊരു വേദനയെക്കുറിച്ചാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ. ശ്വേത മേനോൻ അടിയന്തര ചികിത്സയിൽ എന്ന വാർത്ത കേട്ട് ഞെട്ടിയിരിക്കുകയാണ് ആരാധകർ. തന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചും നേരിട്ട കഠിനമായ വേദനയെക്കുറിച്ചും ശ്വേത തന്നെ ഇതാ ഇപ്പോൾ മനസ്സു തുറന്നിരിക്കുന്നു. എന്താണ് താരത്തിന് സംഭവിച്ചത്? ആ നൊമ്പരപ്പെടുത്തുന്ന വിവരങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. 1994 ഫെമിന മിസ് ഇന്ത്യ മത്സരത്തിൽ 3ാം സ്ഥാനം നേടിയ കാലം മുതൽ ശ്വേത നമ്മുടെ പ്രിയങ്കരിയാണ്. എന്നാൽ ഈയിടെ ദൂരയാത്രകൾക്കിടയിലാണ് കഴുത്തിലും കയ്യിലുമായി കടുത്ത വേദന ആരംഭിച്ചത്. വെറുമൊരു അസ്വസ്ഥതയായി കരുതിയെങ്കിലും പിന്നീട് ചലനം പോലും പ്രയാസകരമാകുന്ന അവസ്ഥയിലേക്ക് അത് മാറി. വലതുതോളിലെ മുറുക്കവും കൈയിലേക്കുള്ള വേദനയും സഹിക്കവയ്യാതെ വന്നതോടെയാണ് താരം കൊച്ചിയിൽ അടിയന്തര ചികിത്സ തേടിയത്. തന്റെ മാതാപിതാക്കളെ ചികിത്സിക്കുന്ന അതേ ഫിസിയോതെറാപ്പിസ്റ്റുകൾക്ക് കീഴിലാണ് ശ്വേത ചികിത്സ തുടരുവാൻ തീരുമാനിച്ചത്. ബിഗ് ബോസ് മലയാളം സീസൺ 1 തുടങ്ങി സീസൺ 6 വരെ ചാലഞ്ചർ റോളിലെത്തി തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച താരമാണ് ശ്വേത. ബദൽ എന്ന ചിത്രത്തിലൂടെ സിനിമയിലേക്ക് ശക്തമായ തിരിച്ചുവരവ് നടത്തിയ ശ്വേതയ്ക്ക് ഇത്തരമൊരു ആരോഗ്യ പ്രതിസന്ധി ഉണ്ടായത് സിനിമാ ലോകത്തെയും ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിലൂടെ ശ്വേത പങ്കുവെച്ച ചിത്രങ്ങളും കുറിപ്പും കണ്ട ആരാധകർ ഇപ്പോൾ താരത്തിനോട് റെസ്റ്റ് എടുക്കാൻ നിർദ്ദേശിക്കുകയാണ്. തന്റെ ഭർത്താവ് ശ്രീവത്സൻ മേനോന്റെ ജന്മദിനാഘോഷങ്ങൾക്ക് പിന്നാലെയാണ് ഇത്തരമൊരു വാർത്ത എത്തിയത് എന്നത് വളരെ ശ്രദ്ധേയമായ വസ്തുതയാണ്. തന്റെ ആരോഗ്യനില ഇപ്പോൾ മെച്ചപ്പെട്ടു വരുന്നതായും കൃത്യസമയത്ത് ചികിത്സ നേടിയത് നന്നായി എന്നും ശ്വേത തന്നെ പറയുന്നു. ഇതെല്ലാം ശ്വേത മേനോൻ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ച ഔദ്യോഗിക വിവരങ്ങളും അനുബന്ധ റിപ്പോർട്ടുകളും തന്നെയാണ്. എന്തുതന്നെയായാലും സിനിമയിലേക്കും സ്റ്റേജ് ഷോകളിലേക്കും മടങ്ങി വരാൻ താരം ഒരല്പസമയം കൂടി വിശ്രമം എടുക്കാനാണ് തീരുമാനം. കരുത്തുറ്റ കഥാപാത്രങ്ങളിലൂടെ നമ്മെ വിസ്മയിപ്പിച്ച ശ്വേത മേനോൻ എത്രയും വേഗം പൂർണ്ണ ആരോഗ്യവതിയായി മടങ്ങി വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും കമന്റുകളായി രേഖപ്പെടുത്തുക. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.